അടുത്ത മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാലോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് NDAയുടെ BJPയുടെ മിഷൻ 2026 10 സീറ്റുകളാണ് NDA ലക്ഷ്യം. സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ കളത്തിലിറക്കാനും തീരുമാനം. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിലെത്തും. പ്രചാരണത്തിന്റെ ഭാഗമായി പല നേതാക്കളും എത്തും. തിരുവനന്തപുരത്തും തൃശൂരിലുമാണ് NDA കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത്. VS രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, NDA ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ എത്രത്തോളമായി? സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടാകുമോ? 10 സീറ്റുകൾ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ എന്താണ് നീക്കം? BJPയെ സംബന്ധിച്ച് ഇത്തവണ BJPയുടെ ഒരു തന്ത്രത്തിൽ ഫോക്കസ്ഡായി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. 30 സീറ്റ് 34 സീറ്റ് എന്നൊക്കെ പറയുന്ന കണക്കിൽ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, ആ ഒരു സ്ട്രാറ്റജി അത് ഇത്തവണയും A ക്ലാസ് മണ്ഡലങ്ങളുടെ കണക്കുകളൊക്കെ BJP പറയുന്നുണ്ട്. 30,000-ൽ പരം വോട്ടുകളുള്ള 40,000-ൽ പരം വോട്ടുകളുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലൊക്കെ നല്ല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നൊക്കെ. പക്ഷേ കുറച്ചുകൂടി ഒരു സ്ട്രാറ്റജി ചേഞ്ച്, ഒരു മാറ്റം വരികയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് അവർക്ക് ജയസാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണ മത്സരം കൃത്യമായി നടക്കുകയും ആ ത്രികോണ മത്സരത്തിൽ ഒരു ക്രോസ് വോട്ടിംഗ് നടക്കാതിരിക്കുകയും ചെയ്താൽ BJP ഒരു 45,000-ഓളം വോട്ട് പിടിച്ചാൽ ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വട്ടിയൂർക്കാവ് മണ്ഡലം BJPയിൽ തന്നെ പല സ്ഥാനാർത്ഥികൾ അവകാശവാദം ഉന്നയിച്ച് K. സുരേന്ദ്രൻ പോലും മത്സരിക്കാനെത്തുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിന്റെ പ്രത്യേകത ഇത്തവണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം BJP ജയിച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസും CPM-ഉം BJPയും ഒരുപോലെ മത്സരിക്കുകയും പരസ്പരം വോട്ടുകൾ വെച്ചുമാറാതിരിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ BJPക്ക് ജയസാധ്യതയുണ്ട്. അതുപോലെ നേമം മണ്ഡലം, കഴക്കൂട്ടം, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങൾ, ഇത്തരം മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ആ മണ്ഡലങ്ങളിൽ ജയമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചത് BJP ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഒരുപോലെ വിജയമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല. BJPക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഫോക്കസ്ഡായി പ്രവർത്തിച്ച് ഒരു 10 നിയോജക മണ്ഡലങ്ങളിൽ ജയിക്കാൻ വേണ്ടി ഉറപ്പിച്ച് മത്സരിക്കുക, ഒരു 5 സീറ്റിലെങ്കിലും ജയിക്കുക എന്നുള്ളതാണ് ഇത്തവണ BJP ലക്ഷ്യം വെക്കുന്നത്. ആ 5 സീറ്റിൽ പ്രധാനപ്പെട്ട സീറ്റുകൾ തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ്. അതോടൊപ്പം മഞ്ചേശ്വരം പോലുള്ള മണ്ഡലം, അവിടെ K. സുരേന്ദ്രൻ 10-90 വോട്ടിന് പരാജയപ്പെട്ടൊരു ചരിത്രമുണ്ട്. ആ മഞ്ചേശ്വരം മണ്ഡലത്തിലാണെങ്കിൽ പോലും BJPയെ സംബന്ധിച്ച് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ BJPക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് CPM-ൽ നിന്ന് പോലും ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് എത്തുന്ന ഒരു ട്രെൻഡുണ്ട്. ആ ഒരു ട്രെൻഡിൽ BJPക്ക് കുറച്ചുകൂടി ഒരു നേരിട്ടുള്ള ഫൈറ്റ് അവിടെ UDF-ഉം BJPയും തന്നെയാണ് വരാറുള്ളത്. അതിനിടയിൽ ഈ CPM വോട്ടുകളൊക്കെ നേരെ UDF-ൽ പോകുന്നൊരു പതിവുണ്ട്. അത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ട്രെൻഡ് മാറി CPM-ൽ നിന്ന് കൂടി വോട്ടുകൾ പിടിച്ചെടുത്താൽ BJPക്ക് മഞ്ചേശ്വരത്ത് ജയിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ മലബാറിൽ പാലക്കാടും മലമ്പുഴയുമൊക്കെ വലിയ അട്ടിമറികൾ BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. കൃഷ്ണകുമാർ അവിടെ മലമ്പുഴയിൽ 2ാം സ്ഥാനത്തെത്തിയ ചെറിയ വോട്ടുകൾക്കാണ് പിന്നിലായിട്ടുള്ളത്. അങ്ങനെ മലമ്പുഴയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, പാലക്കാട് മുന്നേറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. തെക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മധ്യ കേരളത്തിൽ തൃപ്പൂണിത്തറ പോലുള്ള മണ്ഡലങ്ങളിൽ BJP വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ അവിടത്തെയുള്ള 6 പഞ്ചായത്തുകളിൽ BJPയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ചിലയിടങ്ങളിൽ സമാസമാണെങ്കിൽ പോലും BJPക്ക് അവിടെ വലിയ മേൽക്കൈ ചെങ്ങന്നൂർ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. ആ മണ്ഡലത്തിൽ കരുത്തരായ ആളുകൾ LDF-ഉം UDF-ഉം ഇറക്കുമ്പോൾ ഒരു ത്രികോണ മത്സരം കൃത്യമായി സംഭവിച്ചാൽ അവിടെ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ BJPക്കുണ്ട്. അതുപോലെ തന്നെ ചാത്തന്നൂർ പോലുള്ള മണ്ഡലങ്ങൾ, അങ്ങനെ BJP നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മണ്ഡലങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു 10 സീറ്റിലേക്ക് എന്ന് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തായിരിക്കും BJP ഇത്തവണ ശ്രമിക്കുക. അവിടെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ അതിവേഗത്തിൽ തീരുമാനിക്കാനുള്ള സ്ട്രാറ്റജി BJP കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി BJPയുടെ പല ഏജൻസികളും ഇവിടെ ജയസാധ്യതയും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ചർച്ചകൾക്കൊക്കെ വേണ്ടി എടുത്തിട്ടുണ്ട്. ഒപ്പം ചില മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചിട്ടുണ്ട്. നേമത്തും കഴക്കൂട്ടത്തും അതുപോലെ കാട്ടാക്കടയിലുമൊക്കെ സ്ഥാനാർത്ഥികൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന സ്ഥാനാർത്ഥികളാണ്. റോഷ്നി. ഓക്കെ, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയ പ്രവർത്തനങ്ങളിലേക്കാണ് BJP കടക്കാൻ പോകുന്നത്. 10 സീറ്റുകളെന്ന ലക്ഷ്യമൊക്കെ വെക്കുന്നു. അതിൽ തിരുവനന്തപുരത്തും തൃശൂരിലും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നു. അതാണ് BJP NDA ക്യാമ്പിന്റെ നീക്കം.